സെഹിയോൻ ശാലയിൽ ഇറങ്ങിയവോ ശിഷ്യരില നീ പകർന്നതുവോ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയവോ ശിഷ്യരില നീ പകർന്നതുവോ. ആത്മനദിയായി ഒഴുകണമേ ആത്മസ്നാനം തുള്ളിച്ചാടി. ആത്മനദിയായി ഒഴുകണമേ ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ ആത്മസ്നാനം നൽക. ദാഹത്തോടെ ആത്മനദിയായി ഒഴുകണമേ ആത്മസ്നാനം നൽക. കരമുയർത്തി മനമുയർത്തി ശക്തിയോടെ അഭിഷേകത്തോടെ ഒറ്റ വിളി വിളിക്കട്ടെ, യേശുവേ. മടുക്കാതെ തളരാതെ വിളിക്കട്ടെ, യേശു നാമത്തെ വിളിക്കട്ടെ. പോരാ പോരാ പോരാ, ശബ്ദമുയർത്തി വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ചേ. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നടച്ചേ. ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളും 3 നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരു ഹൃദയത്തിലേക്കൊന്ന് സമർപ്പിച്ചേ. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ചേ. ആരോടെല്ലാം നമ്മൾ മാപ്പ് ചോദിക്കേണ്ടതായിട്ടുണ്ടോ, ആരോടെല്ലാം നമ്മൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ടോ അവരെയും ഈ സമയം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കട്ടെ. ഈ ഒരു പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം. ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം പുതിയ കൃപകളാൽ നമ്മളെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് അയക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. സമർപ്പിച്ചേ. വലിയ ശക്തിയും വലിയ അഭിഷേകവും നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ 3 ദിവസത്തെ ധ്യാനം വഴി സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ അങ്ങോട്ടുള്ള നമ്മുടെ മുഴുവൻ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറയപ്പെടുന്നതിന് വേണ്ടി ഇനി അങ്ങോട്ട് തുടർന്നുള്ള നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതയാത്രയിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയും നിറവും നമുക്ക് അനുഭവവേദ്യമാകുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പാപത്തിലും പാപ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയിൽ ഒന്നായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അനേകം ആത്മാക്കളെ നേടുവാൻ കർത്താവിൻ്റെ കയ്യിലെ നല്ലൊരു ഉപകരണമായിട്ട് മാറ്റപ്പെടുവാൻ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് സമർപ്പിച്ചേ. അമ്മയുണ്ട്, നമ്മൾ ഓരോരുത്തരുടെയും കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളിലും അമ്മ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളിലും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമ്മുടെ കുറവുകളിലും നമ്മുടെ പരിമിതികളിലും നമ്മുടെ പോരായ്മകളിലും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അമ്മയിൽ ആശ്രയിക്കാം, അമ്മയെ കേൾപ്പിച്ചു കൊടുക്കാം. അമ്മയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈശോയിലേക്ക്. അമ്മയിലൂടെയാണ് ഈശോയെ നമ്മൾ കണ്ടെത്തേണ്ടത്. അമ്മ തന്നെയാണ് ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടത്. അമ്മയിലൂടെ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കൾ
പാപത്തിൽ വീഴാൻ അമ്മ സമ്മതിക്കത്തില്ല. അമ്മയുടെ കരം പിടിച്ച് നടന്നാൽ സാത്താൻ്റെ ആക്രമണത്തെ നീ ഭയക്കേണ്ടതില്ല. അമ്മയുടെ കരം പിടിച്ച് നീ നടന്നാൽ തിന്മയുടെ ശക്തികൾ നിന്നെ ഭയക്കും. അമ്മയുടെ കരം പിടിച്ച് നീ നടന്നാൽ മാറാ രോഗങ്ങൾ നിന്നെ തീണ്ടുകയില്ല. എല്ലാ ലോകത്തിൻ്റെ അരൂപികളിൽ നിന്നും പരിശുദ്ധ അമ്മ നിന്നെ സംരക്ഷിക്കും. അമ്മയുടെ വിമല ഹൃദയം എനിക്കും നിങ്ങൾക്കും ഏറ്റവും ഉറപ്പുള്ള സുരക്ഷിത സങ്കേതമായിരിക്കും. പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് അടിമയായിട്ട് സമർപ്പിച്ചേ. ഈശോ അമ്മയുടെ ഉദരത്തിൽ തടവുകാരനായിട്ട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞതല്ലേ. എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വായിക്കൂടാ? അമ്മയുടെ വിമല ഹൃദയത്തിലെ തടവുകാരിയായിട്ട് ഓ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും സ്വീകരിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും മറിയമേ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് യേശുവേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ മുഴുവൻ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് ആവേ മരിയ എന്ന ഈരടി പാടി അമ്മയെ നമുക്ക് വെൽക്കം ചെയ്യാം. കരങ്ങൾ വീശി വീണ്ടും ഒരിക്കൽ കൂടെ പാടട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വലതുകരമുയർത്തി പറയട്ടെ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഇരിക്കാം. നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പുതിയൊരു കൃപ ദൈവം നമ്മൾക്ക് ഓഫർ ചെയ്യുന്ന ദിവസം. ഈ 3 ദിവസത്തെ ധ്യാനത്തിലൂടെ നമുക്ക് ദൈവം തരുന്ന ദണ്ഡവിമോചനം നമ്മൾ പൂർണ്ണമായിട്ട് പ്രാപിക്കുന്ന ദിനം. ഈ 3 ദിവസ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു ശക്തിയും അഭിഷേകവും നമ്മൾ ഓരോരുത്തരിലേക്ക് ഇറങ്ങി വരുന്ന ദിനമാണ് ഈ 3-ാം ദിനം. അതുകൊണ്ട് ഈ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആത്മീയമായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസമാണ് ധ്യാനത്തിൻ്റെ 3-ാം ദിനം. 3 ദിവസത്തെ ധ്യാനത്തിൽ ഈ 3-ാം ദിനം നിങ്ങൾ എന്ത് സ്പിരിച്വൽ ഇൻറ്റൻഷൻ ചോദിച്ചാലും സ്വർഗം നിങ്ങൾക്ക് അനുവദിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു കൃപ ഈ ദിവസത്തിൽ അവകാശപ്പെട്ട് ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് അത് മാറ്റപ്പെടും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ.
ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ ഈ ഒരു ടോക്കിൽ നമ്മൾ ശ്രവിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏതൊരു ധ്യാനത്തിൻ്റെയും ഏതൊരു ശുശ്രൂഷയുടെയും അവസാനം നിൽക്കേണ്ടതും അവസാനം പ്രഘോഷിക്കപ്പെടേണ്ടതും പരിശുദ്ധാത്മാവിനെയാണ്. ഈശോ പോലും തൻ്റെ പരസ്യ ജീവിതകാലം കഴിഞ്ഞ് തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ സഹായകനയക്കും. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ലോകത്തിൻ്റെ ഒരു കാര്യവും അതിനകത്ത് പെടില്ല. മറിച്ച് ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും, ആത്മസ്ഥിതിയുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാം. അതുകൊണ്ട് നമ്മുടെ ആത്മസ്ഥിതി, ആത്മാവിൻ്റെ അവസ്ഥ ഈ സമയം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. പൂർണ്ണമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കുക. അതിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന പാപകരമായിട്ടുള്ള മേഖലകൾ, ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ ആത്മാവിനെ കെട്ടപ്പെട്ടിരിക്കുന്ന മേഖലകളെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾക്ക് ധ്യാനം കൂടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്ന് പറയുന്നത് സാധ്യതയുള്ള കാര്യമല്ല, അത് ശരിയുമല്ല. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്നൊരു വ്യക്തിത്വമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവത്തെ ഏതവസ്ഥയിലും സ്വീകരിക്കാനായിട്ട് ദൈവം ഉള്ളിൽ വസിക്കുന്ന ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയാണ്. ദൈവത്തെ ഏതവസ്ഥയിലും ഏത് ജീവിത സാഹചര്യത്തിലും ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തെ ഉൾക്കൊള്ളുവാനും ദൈവാനുഭവം ഉണ്ടാകുവാനുമായിട്ട് ദൈവം നമുക്ക് അനുവദിക്കുന്ന ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് ആ സ്പിരിച്വൽ പേഴ്സണാലിറ്റി നമുക്കുള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, വർഷത്തിൽ ഒരു ധ്യാനം നമുക്ക് മതി. വർഷത്തിൽ ഒരു ധ്യാനത്വം കൊണ്ട് ഒരു വർഷത്തേക്കുള്ള അഭിഷേകത്തെ നമ്മൾ സ്വായത്തമാക്കി ഒരു വർഷം മുഴുവൻ ഈ കിട്ടിയ കൃപ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ വേണം അതിനെ ഞാൻ ഓരോ ദിവസവും ഉജ്ജീവിപ്പിക്കാനായിട്ട്. അതല്ലാതെ ഓരോ തവണ എന്നിൽ അഭിഷേകം കുറയും തോറും ഞാൻ ധ്യാന കേന്ദ്രങ്ങളെയല്ല ആശ്രയിക്കേണ്ടത്. മറിച്ച് ഞാൻ എൻ്റെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ എൻ്റെ അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. എൻ്റെ ആത്മാവ് ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ ധ്യാനകേന്ദ്രത്തോട് ചേർന്നല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തെ ഒരു ധ്യാനകേന്ദ്രമാക്കി മാറ്റാനായിട്ട് എനിക്ക് സാധിക്കും. എൻ്റെ കൂടെയുള്ള വ്യക്തികളെല്ലാം ആ സമയം ശുശ്രൂഷകരെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു ധ്യാനം നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ധ്യാനത്തിലേക്കല്ല നോക്കേണ്ടത്. ഇവിടുന്ന് കിട്ടിയ കൃപ ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങളത് കീപ്പ് ചെയ്യാനായിട്ട്, മാരക പാപത്തിലേക്ക് പോകാതെ ഒരു വർഷത്തേക്കെങ്കിലും ഈ ഒരു കൃപ സൂക്ഷിക്കാൻ പഠിക്കുക. നിങ്ങൾ കൃപ ദൈവം നിങ്ങൾക്ക് ഓരോ ധ്യാനത്തിലും തരുമെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. മൺപാത്രത്തിലെ നിധിയാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന അഭിഷേകം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ്. അത് നിങ്ങൾ ഒരു വർഷത്തേക്കെങ്കിലും മിനിമം സൂക്ഷിക്കുക. ഈ ഒരു വർഷം ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ സ്നേഹത്തിലും അനുകമ്പയിലും കരുണയിലും പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ജീവിതം ഈ ഒരു വർഷം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ നിങ്ങൾക്ക് ദൈവത്തോടായിരിക്കണം കമ്മിറ്റ്മെൻറ്റ്, മറ്റൊന്നിനോടുമല്ല. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും നിങ്ങളുടെ കർത്താവായ നിങ്ങളുടെ ഉടയവനോടായിരിക്കണം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്. മറ്റൊന്നിനോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവരുത്. കാരണം അവനോട് നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു എഗ്രിമെൻ്റ് ദൈവവുമായിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൽ ആ ഒരു നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പാലിക്കുവാൻ ദൈവത്തിൻ്റെ തന്നെ മാലാഖമാർ നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു താല്പര്യം ദൈവത്തോട് നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി ആ താല്പര്യത്തെ സ്വീകരിക്കാൻ, താല്പര്യത്തെ നിവൃത്തിയാക്കുവാൻ ദൈവത്തിൻ്റെ മാലാഖമാർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചാർജ് എടുക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവ തിരുമുൻപിൽ ദൈവാശ്രയത്വത്തിൽ നമുക്കിനി മുതൽ ഈ ഒരു വർഷക്കാലമെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾ ധ്യാനം കൂടേണ്ടവരല്ല, ധ്യാനം കൂടിപ്പിക്കേണ്ടവരായിട്ട് മാറണം. ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ധ്യാനം കൂടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ധ്യാനം കൂടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കും. ധ്യാനം കൂടിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഈ ഒരു ധ്യാനത്തിൽ നിന്ന് ഉയരണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ധ്യാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ടത് അത്തരണത്തിലായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നടപടി പുസ്തകം എടുത്തേ, അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം 25 മുതലുള്ള വാക്യം എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം 25 മുതലുള്ള വാക്യം എടുത്തേ. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏറ്റവും എന്താ പറയുക, നമ്മളെ തടവിൽ ആക്കിയിട്ടിരിക്കുന്ന ചില തിന്മയുടെ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. പൗലോസും സീലാസും അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അയക്കപ്പെട്ടതിന് ശേഷമാണ് തടവിലാക്കപ്പെട്ടത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി ദൈവത്തിലെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുള്ളൂ. ലോകത്തിൽ നിങ്ങൾ തടവിലായിരിക്കും. നിങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത് ദൈവത്തിൽ മാത്രമാണ്. ലോകത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ ലോകാരൂപി നിങ്ങളെ തടവിലാക്കാനേ ശ്രമിക്കുകയുള്ളൂ, നിങ്ങളെ നശിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ആ സമയത്തെല്ലാം സ്വീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്താനുള്ള വഴിയാണ് സാത്താൻ നിങ്ങൾക്ക് മുന്നിൽ ഓരോ തവണയും അവതരിപ്പിക്കുന്നത്. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ച് ഏത് പാപത്തെ, ഇതുവരെ ഉണ്ടായിരുന്ന ഏത് അവസ്ഥയെ വെറുത്ത് ഉപേക്ഷിച്ച് ജീവിക്കുവാനായിട്ട് നിങ്ങൾ താല്പര്യമെടുക്കുന്നുവോ ആ പാപം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനാണ് സാത്താൻ്റെ ആദ്യത്തെ ശ്രമം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഏതിനെ വെറുത്തുപേക്ഷിച്ചുവോ അതിലേക്കായിരിക്കും സാത്താൻ നിങ്ങളെ നയിക്കുന്നത്. ഏതിനെ നിങ്ങൾ വെറുത്തുപേക്ഷിച്ചുവോ, ഏതിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തോ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും പ്രവൃത്തിയിലും ആദ്യം കടന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി വീണ്ടും ബോധപൂർവം ചെയ്യുന്ന പാപത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുന്നത് കൂടുതലായിരിക്കും. ഒരുപക്ഷെ ആ വ്യക്തി മാത്രമായിരിക്കില്ല, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പാപത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല, നമ്മളോട് ചേർന്നിരിക്കുന്നവർ വരെ, നമ്മുടെ കുടുംബത്തിലുള്ളവർ വരെ ഒരുപക്ഷെ അതിന് ദൈവത്തിൻ്റെ തിരുമുൻപിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ധ്യാനത്തിൽ നിന്ന് കിട്ടിയ ബോധ്യവും ഈ ഒരു ധ്യാനത്തിൽ നിന്ന് കിട്ടിയ പരിശുദ്ധാത്മ അഭിഷേകവും സൗഖ്യവും ഏതെങ്കിലും തരത്തിലുള്ള സ്പർശനം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വചനം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗപീഡയിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രത്യേക മനസ്സിൻ്റെ ഭാരം, ഉത്കണ്ഠ, നിരാശ നിങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ ധ്യാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരവസ്ഥ നിങ്ങളിങ്ങോട്ട് കടന്നു വന്നപ്പോഴുണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിടുതൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു, അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരേ തരത്തിലല്ല പരിശുദ്ധാത്മ അഭിഷേകം പ്രാപ്യമാകുന്നത്. ഓരോരുത്തർക്കും അവരുടെ ജീവിത അവസ്ഥ അനുസരിച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം അനുസരിച്ചും അവരുടെ തുടർന്നുള്ള ഡെഡിക്കേഷൻ ഏത് രീതിയിൽ പോകും എന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അതും അനുസരിച്ചായിരിക്കും നിങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകം ദൈവം തരുന്നത്. നമ്മൾ ചോദിക്കുന്ന മടങ്ങിലല്ല പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഏത് രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കും എന്ന് ദൈവം നിങ്ങളെ അളന്നിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് അയക്കപ്പെടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലഭിച്ചതിന് ശേഷം
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അത് കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്നതല്ല. സ്വീകരിച്ച പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് കൊടുക്കാനുള്ളതാ, നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതല്ല, പകർന്നു കൊടുക്കാൻ ദൈവം നിങ്ങൾക്ക് തന്നതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം അടങ്ങിയിരുന്നിട്ടില്ല. അവർ ലോകം മുഴുവൻ സകല മനുഷ്യരോടും സകല ഭാഷയിലുള്ളവരോടും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷത്തെ പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർ സ്വീകരിച്ചത്, അവർ നേരിട്ടത് പീഡനങ്ങളും സഹനങ്ങളും പരിഹാസങ്ങളും നിന്ദനങ്ങളും വാളുകളും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ ദൈവത്തോട് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ലോകത്തിൽ നീ അനുഭവിക്കുന്നത് എപ്പോഴും തടവിലാക്കപ്പെട്ട അവസ്ഥയും പരിഹാസങ്ങളും നിന്ദനങ്ങളും ആയിരിക്കും. കാരണം നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ഈ ലോകാരൂപി ഈ ലോകത്തിൽ വെച്ച് തന്നെ നിന്നിൽ നിന്ന് ഊറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമം അവൻ ഈ ധ്യാനത്തോടുകൂടെ തന്നെ ആരംഭിച്ചു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഈ ഒരു ധ്യാനം നിങ്ങൾക്ക് മാത്രമല്ല, ധ്യാനിപ്പിക്കുന്ന ഞങ്ങൾക്കും ഈ ഗാനശുശ്രൂഷ ചെയ്യുന്ന സഹോദരനൊക്കെ അടുത്ത ശുശ്രൂഷയിലേക്കുള്ള അഭിഷേകം ഞങ്ങൾക്കും പകർന്നു തരുന്നുണ്ട്. നിങ്ങളെ ധ്യാനിപ്പിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഏതെല്ലാം തിന്മയുടെ ശക്തികൾ ദൂരീകരിക്കപ്പെടുന്നുണ്ടോ അതിൻ്റെ മേൽ അധികാരം ഞങ്ങൾക്കും ലഭിക്കും. ഓരോ ധ്യാനത്തിൽ നിന്ന്, ഓരോ ധ്യാനവും ധ്യാനിപ്പിക്കുന്ന വ്യക്തി ധ്യാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം പ്രസംഗിക്കപ്പെടുന്ന ഓരോ വാക്കുകളും ഓരോ ധ്യാനത്തിനും ശുശ്രൂഷകനെ സംബന്ധിച്ച് പുതിയതാണ്. ഓരോ ശുശ്രൂഷകരും ധ്യാനിപ്പിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ക്ലാസ്സുകൾ, വചനം ശുശ്രൂഷകനെ സംബന്ധിച്ച് പുതിയതായതുകൊണ്ട് ഓരോന്നും ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളെപ്പോലെ തന്നെ ധ്യാനം കൂടുന്ന അതേ അഭിഷേകം ഞങ്ങളും സ്വീകരിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. പക്ഷേ ഞങ്ങൾ സ്വീകരിക്കുന്ന അഭിഷേകം അടുത്ത ശുശ്രൂഷയിലേക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ശുശ്രൂഷയിലേക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പകർപ്പാണ് ഓരോ ശുശ്രൂഷയിൽ നിന്നും പ്രാർത്ഥനയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം തന്ന അഭിഷേകം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങി വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. നിങ്ങൾ പകർന്നു കൊടുക്കേണ്ടത്, ഒരു വ്യക്തി പാപത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്ത് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എത്തിക്കുക. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ അവനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ധ്യാനത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്വം. അതല്ലാതെ ഇവിടെ നിന്ന് സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വിടുതൽ നിങ്ങളുടെ വീട്ടിലും വീട്ടിലുള്ളവർക്കും ഒരുപോലെ അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കടന്നു ചെല്ലുന്ന ജീവിത സാഹചര്യം ഒരിക്കലും നിങ്ങളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കില്ല നിങ്ങൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മാത്രമേ ധ്യാനം കൂടിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പഴയ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ അവർ നിങ്ങൾ സ്വീകരിക്കുന്നത് അവരേതവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിൽ തന്നെ അതേ പാപ സാഹചര്യം, അതേ പാപത്തിൻ്റെ മേഖലകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതേ വ്യക്തികൾ, അതേ നിന്ദനങ്ങളും അതേ പരിഹാസങ്ങളും അതേ കുത്തുവാക്കുകളും നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ മാത്രമേ അഭിഷേകം സ്വീകരിച്ചിട്ടുള്ളൂ. ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അറിവ് ലഭിച്ചതും നിങ്ങൾക്കാണ്, കണക്ക് കൊടുക്കേണ്ടതും നിങ്ങളാ. കാരണം ബാക്കിയുള്ളവരാരും അവിടെയുള്ളവരാരും ഈ വചനം ശ്രവിച്ചിട്ടില്ല, ഈ ധ്യാനം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അധികം ലഭിച്ചവനിൽ നിന്നാണ് ദൈവം അധികം ഈടാക്കുന്നത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അർദ്ധരാത്രിയോടടുത്ത് എപ്പോഴെല്ലാം അന്ധകാര ശക്തികൾ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ടോ ആ സമയത്ത് നീ ഉറക്കമുണർന്ന് അതിനോട് കൂടെ ആയിരിക്കണം. അതിൽ ലയിച്ചു ചേരാനല്ല. അന്ധകാര ശക്തികൾ ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ, അന്ധകാരം വ്യാപരിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികളും ഒപ്പമുണ്ട്. ആ സമയത്ത് ഉണർന്നിരുന്ന് നീ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ആ ശക്തികൾക്ക് മേലാണ് ദൈവത്തിൻ്റെ അഭിഷേകം, അധികാരം നിനക്ക് ലഭിക്കുന്നത്. ഇവിടെ പൗലോസും സീലാസും തടവറയിലായിരിക്കുമ്പോൾ
തടവറയിലാക്കപ്പെട്ട അവസ്ഥയിൽ അവർ കിടന്നുറങ്ങുകയും തിന്ന് കിടക്കുകയും അല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു ജയിൽ സന്ദർശിച്ചാൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർ ആ ഒരു രീതി അനുസരിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ പോകുന്നതാണ്. ഞാൻ ജയിലിൽ സന്ദർശിക്കാറുള്ളതാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതികൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഫുഡിൻ്റെ സമയക്രമങ്ങൾ അനുസരിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നും ഒരു മെഷീൻ ഓൺ ചെയ്തതുപോലെ അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് അവർ തടവിലാക്കപ്പെട്ട അത്രയും കാലം അവർക്ക് നിൽക്കും. പ്രിയപ്പെട്ടവരെ, അതല്ല ഇവിടെ പൗലോസും സീലാസും ചെയ്തത്. തടവറയിലായിരുന്നപ്പോൾ അവർ ഉറക്കമുണർന്നിരുന്ന് അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി എന്നാണ് വചനം പറയുന്നത്. തടവറയിലാക്കപ്പെടുമ്പോൾ പാപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാപത്തിൽ വീണു പോയാൽ ഇത് തടവറയിലാക്കപ്പെട്ട അവസ്ഥയാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം. നീ പാപത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അഭിഷേകം ലഭിച്ചതിന് ശേഷം നീ ഏത് പാപാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ, അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം നീ ചെയ്ത പാപം, അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം നീ ചെയ്ത പഴയ പാപം, അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം ബോധപൂർവം ചെയ്ത പാപം നിന്നെ സാത്താൻ തടവറയിലാക്കുക ചെയ്യുന്നത്. അതുവരെ നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിന്ന് മാറ്റിവെക്കാനുള്ള ശ്രമമാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി വീണ്ടും തടവറയിലാക്കപ്പെടുന്ന അവസ്ഥ ലോകം നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ലോകത്തിൽ പ്രചരിക്കാൻ, ലോകത്തിൽ സ്പ്രെഡ് ആവാനായിട്ട് സാത്താൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്നേ. നിന്റെ ശുശ്രൂഷകളെ അവൻ തടസ്സപ്പെടുത്തും. നീ ആർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം നിനക്ക് അധിക ക്ഷീണവും തളർച്ചയും ഉറക്കവും മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ശാരീരിക പീഡകളും തന്നുകൊണ്ടിരിക്കും. കാരണം നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നീ പുറത്തേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തിയാൽ അവന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളത് അവന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ തല്ലിക്കെടുത്താൻ സാത്താൻ്റെ എല്ലാ ആയുധങ്ങളുമായിട്ട് അവൻ നിനക്ക് മുൻപിൽ വരും. പ്രിയപ്പെട്ട ദൈവജനമേ, ആ സമയത്തെല്ലാം തടവറയിലാക്കപ്പെടുമ്പോൾ പാപത്തിൽ വീണു പോയിട്ടുണ്ടോ, പാപം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, നിരാശപ്പെടരുത്. തടവറയില എങ്കിലും ദൈവത്തെ നീ ഉറക്കെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ ആ തടവറയുടെ അടിത്തറ കുലുക്കാനുള്ള ശക്തി ഉള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. ഏതെങ്കിലും പാപത്തിൽ വീണ് ഏതെങ്കിലും തെറ്റുകളിൽ പെട്ടുപോയി നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നുണ്ടോ, നിന്ദിക്കുന്നുണ്ടോ, മനസ്സ് മടുക്കരുത്, നിരാശപ്പെടരുത്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. നീ ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവോ, ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ, ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നീ ശ്രമിക്കുന്നുണ്ടോ, ആ തടവറയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ മതിയായവനാണ് നിന്റെ കർത്താവായ ദൈവം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പാപത്തിൽ വീണു, ഇനി എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കരുത്. കർത്താവിൻ്റെ കരുണ നീ ഭൂമിയിൽ ജീവനോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ അവകാശമാണ്. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന കരുണ ഈ ലോകത്തിൽ നീ ജീവനോടുകൂടെ ആയിരിക്കുന്നിടത്തോളം കാലം നിന്റെ അവകാശമാണ്. അത് നിനക്ക് ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല. പക്ഷേ ചെയ്യുന്ന പാപം, ചെയ്ത പാപം, ചെയ്യാനിരിക്കുന്ന പാപം വ്യക്തതയുണ്ട്. എന്നിട്ടും അതിലേക്ക് പോകുന്ന, ദൈവത്തെ നിന്ദിക്കുന്ന, ദൈവത്തെ ഒറ്റപ്പെടുത്തുന്ന, അതായത് നമ്മൾ ഒരു ഗ്രൂപ്പ്, ഞാനും പാപം ചെയ്യുന്ന വ്യക്തിയും ആ സാത്താൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ട് ദൈവത്തെ ഒറ്റപ്പെടുത്തുക നമ്മൾ ചെയ്യുന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ എന്നിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ഞാൻ ചെയ്യുന്ന പാപത്തിലൂടെ അവൻ എന്നെ വിട്ടകലാൻ ഞാൻ ഇടവരുത്തുക ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ എത്ര ഡിഗ്രി എടുത്താലും, ഏത് വലിയ ഡെസിഗ്നേഷനിൽ നമ്മൾ ജോലി ചെയ്താലും, എത്ര വലിയ സ്ഥാനത്ത് നമ്മൾ ഇരുന്നാലും, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ നിന്റെ ബുദ്ധി കെട്ടേ പോകത്തുള്ളൂ, നിന്റെ കഴിവുകൾ കെട്ടുപോകത്തേ ഉള്ളൂ. കാരണം അവനാണ് നിനക്ക് കഴിവ് തന്നവനും, അവനാണ് നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ടവനും. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നെ സുഖപ്പെടുത്താനായിട്ട്, നിന്നെ വഴി നടത്താനായിട്ട്, നിന്നെ വിടുതലിലേക്ക് നയിക്കാനായിട്ട് ഒരേ ഒരുത്തനെ സാധിക്കുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി അവനത് ഏറ്റവും ഭംഗിയായിട്ട് നിനക്ക് വേണ്ടി ചെയ്തു തരും. ആമേൻ, ഹല്ലേലൂയ.
ഏത് പാപത്തിൽ നിങ്ങൾ വീണിട്ടുണ്ടോ ഭയക്കരുത്. ഏത് പാപത്തിൽ നിങ്ങൾ വീണിട്ടുണ്ടോ ഏത് പാപാവസ്ഥ നിങ്ങൾക്ക് ചുറ്റും ആയിരുന്നിട്ടുണ്ടോ ആ പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ആ പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. പാപം നിങ്ങളെ എപ്പോഴും പിന്നാലെ വന്നത് ദ്രോഹിക്കുന്നത് പോലെ തന്നെ ആ പാപാവസ്ഥയിൽ നീ ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന് ഇതിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്ന് നീ ദൈവത്തിൻ്റെ മുൻപിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് സംരക്ഷണം എടുത്തുകൊണ്ടിരിക്കണം. പാപം ചെയ്തു, വീണ്ടും ചെയ്തു എങ്കിലും വിട്ടുകൊടുക്കരുത്. തമ്പുരാന്റെ മുന്നിൽ നിനക്ക് കരുണയ്ക്ക് അവസരമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകളിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് ബലഹീനതയെ ശക്തിപ്പെടുത്താൻ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ബലഹീനതകളിൽ നിനക്ക് ആശ്വാസം പകരാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ പാപത്തിലും രോഗത്തിലും മറ്റേതെങ്കിലും തരത്തിലുള്ള കെടുതികളും അകപ്പെട്ടാലും ഭയപ്പെടണ്ട. കർത്താവുണ്ട്. അവൻ നിന്നെ തനിച്ചാക്കുകയില്ല, അവൻ നിന്നെ വിട്ടുകളയുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ നിന്നെ വെറുക്കുകയില്ല. പക്ഷേ നീ തിരിച്ചു വരാനുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം മതി. ദൈവത്തിലേക്ക് അടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം മതി. പാപത്തിൽ വീണുപോയ വ്യക്തി എന്നേക്കുമായിട്ട് പാപത്തിൽ തുടരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവസാന നിമിഷം കുരിശിനോട് കൂടെ കിടന്ന നല്ല കള്ളനോട് കർത്താവ് പറഞ്ഞത് എന്താ? ഇന്ന് നീ എന്നോട് കൂടെ ആയിരിക്കും എന്നുള്ളതാ. ഇന്ന് നീ എന്നോടുകൂടെ ആയിരിക്കും എന്നുള്ളതാ. അവസാന നിമിഷത്തെ ഒറ്റ ഏറ്റുപറച്ചിലിൽ ഒരായുസിലെ പാപം കർത്താവ് മറന്നു കളഞ്ഞവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, കെട്ടുകളുടെ ഏത് ബന്ധനാവസ്ഥയിലാണ് നീ കഴിയുന്നതെങ്കിലും നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് പ്രതീക്ഷിക്കുകയുണ്ട്. അവൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവെ പറ്റിപ്പോയി, വീണുപോയി, ക്ഷമിക്കണേ, മേലിൽ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നൊരുറപ്പും കൂടെ നീ കർത്താവിന് കൊടുക്ക്. അവൻ നിന്നെ അനാഥമാക്കത്തില്ല. ഏത് പാപാവസ്ഥയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നിന്റെ ദൈവമായ കർത്താവ് എന്നും താല്പര്യപൂർവം നിന്നോടുകൂടെയുണ്ട്. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, പ്രത്യാശയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നമ്മളെ ഒറ്റയ്ക്കാക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഏത് ജീവിതാവസ്ഥയിലും ഏത് ജീവിത സാഹചര്യങ്ങളിലും അവൻ്റെ സ്നേഹം നമ്മളെ പൊതിയത്തേയുള്ളൂ. പാപം ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. പാപത്തിൽ വീണുപോയെന്ന് വിചാരിച്ച് നിന്നെ വെറുക്കുന്നവനല്ല നിൻ്റെ ദൈവം. പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് നിന്നോട് എപ്പോഴും ബോധ്യം നിന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. എപ്പോഴും ദൈവം നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പാപത്തിൽ നിന്നും, പാപാവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ. ഓരോ പാപം ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കുക, നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി, ഒരു സ്വരം നിനക്ക് കേൾക്കാൻ പറ്റും അരുതെന്നുള്ളത്, പാടില്ല എന്നുള്ളത്. നിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് ആ സ്വരം. ആ സ്വരം ശ്രവിക്കാൻ പറ്റിയാൽ മതി. ആ സ്വരം ശ്രവിക്കണം. ആ സ്വരം ശ്രവിച്ച് അതിനനുസരിക്കണം. ഒരാളോട് ദേഷ്യപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിൽ ഒന്നാലോചിക്കണം. ഒരാളെ മുറിപ്പെടുത്തുന്നതിന് മുൻപ് ഒന്നാലോചിച്ചാൽ മതി. നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു നിമിഷത്തേക്കൊന്ന് ക്ഷമിച്ചാൽ മതി. ഒരിക്കലൊരു സ്ത്രീ 25-28 മിസ് കോൾ എൻ്റെ ഫോണിൽ കിടക്കുക, ഒരേ നമ്പറിൽ നിന്ന്. അപ്പോൾ ഇത്രയും മിസ് കോൾ ഞാൻ കോൾ എടുത്തില്ല. ഇതുപോലെ ഞാൻ ഇപ്പോൾ ഈ 3 ദിവസത്തെ ധ്യാനത്തിന് ഫോൺ ഉപയോഗിച്ചിട്ടില്ല, എടുക്കില്ല. ഫോൺ മാറ്റി വയ്ക്കും, സ്വിച്ച് ഓഫ് ആയിരിക്കും, ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഇതുപോലൊരു ശുശ്രൂഷയിൽ ഞാൻ ഫോൺ ഓഫ് ചെയ്തില്ല, മറിച്ച് ഫോൺ ഉപയോഗിക്കാതെ ഞാൻ മാറ്റി വെച്ചു. ചെന്ന് നോക്കി 3 ദിവസം ധ്യാനം കഴിഞ്ഞ് നോക്കുമ്പോൾ 25-28 മിസ് കോൾ ഒരേ നമ്പറിൽ നിന്ന് കിടക്കാം. അത് കോൾ വന്നിരിക്കുന്ന സമയം നോക്കുമ്പോൾ എല്ലാം മിഡ് നൈറ്റാണ്. ഞാനിതിങ്ങനെ നോക്കി, എന്നിട്ട് ഞാൻ തിരിച്ച് വിളിച്ചില്ല, ഞാനതങ്ങനെ തന്നെ വെച്ചു. വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വരിക. അതേ നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വന്നപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്, ഈ കോള് ബ്രദർ എടുത്തില്ലെങ്കിൽ ഞാൻ മരിക്കാൻ നിൽക്കുക. ഈ കോള് ലാസ്റ്റ് കോളാണ്. ഈ കോളും കൂടെ ബ്രദർ എടുത്തില്ലെങ്കിൽ വിഷക്കുപ്പിയും കൈ പിടിച്ചോണ്ടിരിക്കണേ. ഏതോ ഒരു ചെടിക്കും കീടനാശിനി എന്തോ സംഭവം കയ്യിൽ പിടിച്ചോണ്ട് ആളിരിക്കണേ, കഴിച്ച് മരിക്കാനായിട്ട്. മക്കളെ കൊണ്ട് ദുരിതം, ഭർത്താവിനെ കൊണ്ട് ദുരിതം, ജോലി സ്ഥലത്ത് ദുരിതം, സാമ്പത്തിക മേഖല കെട്ടപ്പെട്ടു, 4 അവസ്ഥ ഫുൾ ബ്ലോക്ക്ഡാണ്.
ഒരു തരത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഫുൾ ബ്ലോക്കാണ്. ഒരു സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വാവിട്ട് നിലവിളിക്കുക, വാവിട്ട് ഈ സ്ത്രീ നിലവിളിക്കുക. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണ് നിലവിളി. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്നൊരു ശബ്ദമുണ്ട്, നിലവിളി എന്ന് പറയുന്ന ശബ്ദം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശബ്ദം നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടതാ. ഒബിയസ്ലി നിലവിളിച്ച് കരയുക, ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വെച്ചാൽ നിങ്ങൾ എവിടെ നിന്നാ, നിങ്ങൾ ആരാ എൻ്റെ നമ്പർ തന്നെ, ഞാൻ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് അതൊന്നും കേൾക്കണ്ട. ആരാ നമ്പർ തന്നെയെന്നോ എവിടെ നിന്നാന്നോ ഒന്നും പറയുന്നില്ല. പേര് പറഞ്ഞു, ഓക്കെ, എന്ത് ജോലി ചെയ്യുന്നു, ഞാൻ നേഴ്സാ, എവിടെയാ, ഇന്ന സ്ഥലത്താ. അവിടെ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ പുറത്താക്കാനുള്ള ശ്രമമാണ്. ഞാനായിരുന്നു അവിടെ, ഞാൻ വലിയൊരു സംഭവമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പം ചാകും, അതായത് ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിരിക്കുക. ആ കുപ്പി ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഇങ്ങനെ ഞാൻ ചോദിച്ചു, എന്താ സംഭവം? സംഭവം ഇത്രയും പറഞ്ഞു. ഭർത്താവിൻ്റെ ഭാര്യയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ എന്ന് പറഞ്ഞു. കണ്ണടച്ചു. ഞാൻ പുറകോട്ടൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു. കണ്ണടച്ചിട്ട് പുറകോട്ട് ചിന്തിച്ചിട്ട് ദൈവം ഇതുവരെ ചെയ്ത നന്മകൾ മാത്രം ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. അപ്പം നന്മകൾ മാത്രം ആലോചിച്ചപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ടേ ഈ സ്ത്രീക്ക് ഈ ദുരിതം സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 6 മാസമേ ആയിട്ടുള്ളൂ. എന്നെ വിളിക്കുന്ന ഈ സ്ത്രീക്ക് അതുകൊണ്ട് 42 വയസ്സ് പ്രായമുണ്ട്. ഈ 42 വർഷത്തിനിടയിൽ 6 മാസം മാത്രം വന്ന സഹനം അതിഭീകരമാണ്. ഈ 6 മാസത്തെ സഹനം കൊണ്ട് ബാക്കിയുള്ള 41.5 വർഷത്തെ ജീവിതമാണ് ഒറ്റയടിക്ക് ആ സ്ത്രീ തള്ളിപ്പറയുന്നതും ദൈവത്തെ നിന്ദിക്കുന്നതും. ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബാക്കി 41 വർഷം ദൈവം നിങ്ങളെ പരിപാലിച്ചത് നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ സ്ത്രീ എന്ന് ചോദിച്ചു. ഒരു വാക്ക് അവരെ സ്ട്രൈക്ക് ചെയ്തു. അവർ അപ്പം തന്നെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതിനുശേഷം എന്നെ കാണാൻ വേണ്ടി വന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് സെൻറ്ററും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, കലൂര് വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അവിടെ വന്നു. ഞാൻ അവിടെ ചൊവ്വാഴ്ച ദിവസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പോകുന്നതാണ്. അവിടെ പരിശുദ്ധ ബലി കഴിഞ്ഞ് നൊവേന കഴിഞ്ഞ ഒരു സ്ത്രീ, എനിക്കിതുവരെ അറിയില്ല, ഫോൺ ചെയ്ത് ഒരു വന്നു. കണ്ടപ്പോൾ ആളുടെ കൂടെ നമുക്ക് കാണാം, ഒരു വ്യക്തി വരുമ്പോൾ കൂടെ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ഈശോ കാണിച്ചു തരും. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അധികം ഇത് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ മകളെ എടുത്തപ്പോൾ അതെന്തോ +1 മറ്റോ പഠിക്കുന്ന പെൺകുട്ടിയാണ്. തലമേ തലതെറിച്ച് അവിടെ നിന്നും തെറിച്ചെന്ന് പറയുന്നൊരു ഐറ്റം. അതങ്ങനെ ഒരു സാധനം. ഭർത്താവാണെങ്കിൽ പരസ്ത്രീ ബന്ധം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാണെങ്കിലും ബാക്കിയുള്ള പാപത്തിൻ്റെ മേഖലയെല്ലാം ഇവരിലും ഉണ്ട്. ഇത്രയും കരയുന്ന സ്ത്രീ വിശുദ്ധയായിട്ടുള്ള ഒരാളല്ല. അതിലും പാപവും കുറവുകളെല്ലാം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. 3 ദിവസത്തെ പ്രാർത്ഥന കൊടുത്തു. 3 ദിവസം ഞാൻ പറഞ്ഞു, പച്ചവെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. എന്തായാലും നീ ചാകാൻ നിൽക്കുകയല്ലേ, പച്ചവെള്ളം 3 ദിവസത്തേക്ക് നീ കുടിക്കണ്ട, പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചാൽ മതി, പച്ചവെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. വെള്ളം പോലും കുടിക്കരുത്. 3 ദിവസം ഈശോനെ മാത്രം സ്വീകരിക്കാൻ പറഞ്ഞു. ഈശോനോ, നീ എന്തായാലും ചാകാൻ പോകുക, പിന്നെ നിനക്ക് രോഗം വന്നാലും എങ്ങനെയായാലും നിനക്ക് കുഴപ്പമില്ല, അങ്ങനെയാണ് നീ ചാകട്ടെ, 3 ദിവസം കഴിക്കരുത്. ഇരുന്ന് ദിവ്യാനന്ദത്തിൻ്റെ സന്നിധിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ, അത് ക്ലോസ് ചെയ്യുന്നത് വരെ നീ ദിവ്യാനന്ദ സന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞു. 3 ദിവസം ഇരുത്തി. ഈ സ്ത്രീ ഈ 3 ദിവസം കഴിഞ്ഞ് ഇവർക്ക് ഒരു ബോധോദയം പോലെ പിന്നെ ഇവർ വരിക. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇവരെ തൊട്ടിട്ടില്ല, ഇവരെ പ്രാർത്ഥിച്ചിട്ടില്ല, തലയിൽ കൈവച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കൗൺസിലിംഗ് പോലും ചെയ്തില്ല. 5 മിനിറ്റാണ് എനിക്ക് അവിടെ കിട്ടിയത് അവരോട് സംസാരിക്കാൻ. അവന് 3 ദിവസം ഒന്നും കഴിക്കരുത്. ദിവ്യാനന്ദ സന്നിധിയിൽ അവിടെ തന്നെയുണ്ട്. ദിവ്യാനന്ദ സന്നിധി 3 ദിവസം ഇരുന്നു വരെ. ഇതിന് ശേഷം ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കരയത്തില്ല, എൻ്റെ നിരാശ ഈശോ ഏറ്റെടുത്തു. അതുവരെ ഇവർ യാക്കോബൈറ്റാ, ഇതിലല്ല, നമ്മുടെ ഇതിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസങ്ങളല്ല വ്യത്യാസമുണ്ട്, പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട്, ആരാധനാക്രമം വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പോയിരുന്നതാണ്. ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി, എൻ്റെ അവസ്ഥകൾ മാറി, എൻ്റെ ജീവിതം മാറി, ഞാനിപ്പോൾ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവത്തെ നിന്ദിക്കുന്നതിന് മുൻപ് അവളുടെ മകള്, ആ സ്ത്രീയുടെ മകള്, പിന്നീട് അങ്ങോട്ട് ഈ മകള് എന്നെ കാണാൻ വേണ്ടി വന്നു. അമ്മയ്ക്ക് വന്ന മാറ്റം കണ്ടപ്പോൾ ഈ മകൾക്ക് എന്നെ കാണുമെന്നുണ്ട് ഇവൾ വന്നു. ഇവൾ ഒറ്റൊരു ധ്യാനത്തിന് പങ്കെടുപ്പിച്ചു. ആ
ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് അവൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന മോളാണ്. അവൾ കന്യാസ്ത്രീയൊന്നും ആയില്ല, പക്ഷെ അവൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുക. ഒറ്റ തവണ കണ്ടതാ. കണ്ട് അവളിലേക്ക് ഈശോനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ ഈശോ വിളിക്കുന്നുണ്ടടി വെച്ചേ, നീ ഇത്രയും നാൾ ലോകത്തിൻ്റെ സുഖം എല്ലാം നീ അനുഭവിച്ചില്ലേ, ഇന്ന് തൊട്ട് നീ മാറണം. അവൾ തിരുവനന്തപുരത്തൊരു കോളേജിൽ ഡിഗ്രിക്ക് അവൾ ജോയിൻ ചെയ്തിട്ട് അവൾ എന്നെ വിളിക്കും. അവിടെ നിന്ന് മിക്കവാറും എന്നെ വിളിക്കും. പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോൾ എടുക്കില്ല. എൻ്റെ രീതി അതാ. ഒരു പരിധി വരെ നമ്മൾക്ക് ഗൈഡൻസ് കൊടുത്താൽ മതി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ ഞാൻ എടുക്കില്ല. ആ സമയം കഴിഞ്ഞിട്ട് അവൾ പിന്നെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് കുറച്ച് സമയമുള്ളൂ ബ്രദറെ, ഞങ്ങളിവിടെ ഹോം മിഷന് വേണ്ടി നടക്കുക ഒറ്റയ്ക്ക്. അവൾ അവിടെയുള്ള കോളേജിനടുത്തുള്ള പല വീടാന്തരം ഇവൾ കയറി ഇറങ്ങി ഈശോനെ വിളമ്പിക്കൊണ്ടിരിക്കുക ഒറ്റയ്ക്ക്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ദൈവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഒന്നുമില്ല. ഉള്ളിൽ രൂപപ്പെടണം ഈശോ ഉള്ളിൽ രൂപപ്പെടണം. നമ്മൾ പുറത്തുനിന്ന് എന്തെല്ലാം സ്വീകരിക്കുന്നുണ്ടോ അതെല്ലാം നിന്നെ നശിപ്പിക്കാനും ശ്രമിക്കുകയുള്ളൂ. 3 ദിവസം ഇവരോട് ദിവ്യാരന് മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞത് ഈശോ മാത്രം 3 ദിവസത്തേക്ക് ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ അനുവാദം കൊടുക്കാനാണ്. ഈശോ മാത്രം 3 ദിവസം ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. സ്ത്രീ പൂർണ്ണമായിട്ട് ലോകത്തെ ഉപേക്ഷിച്ചപ്പോൾ ലോകം കൊടുത്ത സങ്കടങ്ങൾ, ലോകം കൊടുത്ത നിരാശകൾ, ലോകം കൊടുത്ത രോഗങ്ങൾ, ലോകം കൊടുത്തതായിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളെയുമാണ് ഇവർ ഉപേക്ഷിച്ചത്. ഇവർ പോലും അറിഞ്ഞിട്ടില്ലത്. ഈ 3 ദിവസം ഇവർ സ്വീകരിക്കുന്നതും കാണുന്നതും ദിവ്യകാരുണ്യത്തെ മാത്രമാണ്. വേറെ ഒന്നും ഇവർ കാണുന്നില്ല, മറ്റൊന്നുമില്ല ഇവർക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ സ്ത്രീ വന്നപ്പോഴാണ് മാറ്റം ദൈവത്തിന് കൊടുക്കാൻ പറ്റിയത്. പ്രിയപ്പെട്ടവരെ, തടവറയിലാക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവം തന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അത് ദൈവത്തെ അറിയാൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചറിയാൻ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ തടവിലാക്കപ്പെടുന്ന സമയം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിതാ നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് ഇതാ. അതുകൊണ്ട് ഈ 3 ദിവസത്തെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങൾ എത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ, നിങ്ങളിലത് വീണ്ടും റീചാർജ് ചെയ്യപ്പെടും, വീണ്ടും റീഫിൽ ചെയ്യപ്പെടും, വീണ്ടും അത് നിറയപ്പെടും. പകരപ്പെടാത്തതൊന്നും നിറയപ്പെടത്തില്ല. നിറഞ്ഞു നിൽക്കുന്ന കുടത്തിലേക്ക് വീണ്ടും വെള്ളം ഒഴിക്കത്തില്ല. അത് പകർന്നു കൊടുത്താലാണ് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിക്കാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ 3 ദിവസത്തിലൂടെ നിങ്ങളിൽ നിറയപ്പെട്ടത് നിലനിൽക്കാൻ അനുവദിക്കരുത്. അനേകർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ ഓടണം. ദൈവം നിങ്ങളുടെ കാലുകൾക്ക് കലമാഞ്ചപാദങ്ങൾക്കെന്ന പോലെ വേഗത തരാൻ അവൻ റെഡിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷേ വേദി കിട്ടുന്നില്ല. ഈ സ്ത്രീയുടെ മോള് ഞാൻ പറഞ്ഞില്ല, അവള് ഒരു വേദിയില്ല. അവൾക്ക് എന്ത് ക്ലിയർ മെസ്സേജാണെന്നറിയോ ഇന്ന് അവൾക്ക്? പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം എന്ത് ഭംഗിയായിട്ടാണ് ആ കുട്ടി പറയുന്നതെന്നറിയോ? ഇപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് അവൾ സന്ദേശം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ. ഒരു സ്ഥലത്തും പോയിട്ടല്ല. ഞാൻ രാത്രി 1:30 2 മണിക്കൊക്കെ ഉള്ള കോളും മെസ്സേജും കണ്ട് നോക്കൂ. കോള് കണ്ടിട്ട് ഞങ്ങൾ രാത്രി 1:30 2 മണിക്ക് വിളിക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. രാത്രി പച്ചപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവസാനം ഇവളെക്കുറിച്ച് അമ്മയ്ക്ക് കംപ്ലൈൻ്റായി. ബ്രദറെ, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കമില്ല, റൂമിൽ എപ്പോൾ ചെന്നാലും സ്തുതിപ്പാ, ഒരു ധ്യാനവും കൂടിയിട്ടില്ല. അവളുടെ മുറിയിൽ അമ്മ പറയാ, എപ്പോൾ ചെന്നാലും സ്തുതിപ്പ് കേൾക്കാം, ഫോൺ എടുക്കുന്നില്ല, ഫോൺ ഉപയോഗിക്കുന്നില്ല. വീട്ടിൽ വന്നാൽ ഫോൺ എടുക്കുന്നില്ല, ഫോൺ ഉപയോഗിക്കുന്നില്ല. അത് മാറ്റി വെച്ചിട്ട് മുറിയിലിരുന്ന് സ്തുതിപ്പാ. ആര് പഠിപ്പിച്ചു കൊടുത്തിട്ടാ? തമ്പുരാൻ ഉള്ളിൽ രൂപം കൊടുത്തതാ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നീ എങ്ങനെ യേശുവിനെ പകർന്നു കൊടുക്കും എന്നുള്ളതനുസരിച്ചാണ് അവൻ നിന്നിൽ രൂപപ്പെടുകയുള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കും, ഒരുപാട് കിട്ടണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ദൈവം തരാത്തതിന് കാരണം എന്താണെന്നറിയോ? കിട്ടിയതിനെ നീ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഈശോ നോക്കണേ. കൊടുക്കാത്തവർക്ക് എന്തിനാ ദൈവം തരണേ?
അതുകൊണ്ടാണ് പലർക്കും ധ്യാനം കൂടുമ്പോൾ അനുഭവം കിട്ടാത്ത. അതുകൊണ്ടാണ് പലരും പറയും ധ്യാനം കൂടി, കുറേ ധ്യാനം കൂടി, ഒരു അനുഭവം കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ അതെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും, ഏത് രീതിയിൽ നീ അത് പ്രചരിപ്പിക്കും എന്നുള്ളത് നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. നീ ഉറപ്പ് കൊടുക്ക്, എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാം എന്നൊരു ഉറപ്പ് നീ കൊടുത്തു നോക്ക്. ദൈവം നിനക്ക് തരുന്ന വഴി, തുറന്നു തരുന്ന വഴി നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയധികം ലഭിച്ചുവോ അത്രയും അധികം നീ പകർന്ന് കൊടുക്കണം. എത്രയധികം നിനക്ക് ലഭിച്ചുവോ അത്രയും അധികം നീ പകർന്നു കൊടുക്കണം. എനിക്ക് കിട്ടിയതിൻ്റെ പകുതിയല്ല കൊടുക്കേണ്ടത്, എനിക്ക് കിട്ടിയത് മുഴുവൻ മറ്റുള്ളവർക്കുള്ളതാണ്. എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ മറ്റുള്ളവർക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. എനിക്ക് വേണ്ടി ഒന്നുമില്ല, ദൈവത്തിൻ്റെതായിട്ടുള്ളതൊന്നും എനിക്കുള്ളതല്ല. എനിക്കുള്ളത് സ്വർഗം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും എനിക്കുള്ളതല്ല. കർത്താവിൻ്റെ ഒരു കൃപയും എനിക്കുള്ളതല്ല, നിങ്ങൾക്ക് ആർക്കും ഉള്ളതല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. ദൈവം തന്ന ക്ഷമിക്കാനുള്ള കൃപ, കരുണ കാണിക്കാനുള്ള കൃപ, അനുകമ്പ, സ്നേഹം, ഇതൊന്നും നിനക്കുള്ളതല്ല. നിൻ്റെ ഉള്ളിൽ ഈ ഗുണങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചതാ. അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതല്ല, കൊടുക്കാൻ ഏൽപ്പിച്ചതാ. അത് നിനക്കുണ്ടോ, നിനക്ക് വീണ്ടും തന്നോളും. അതില്ലേ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എത്ര ധ്യാനം കൂടിയിട്ടും ഒരു കാര്യവുമില്ല. ധ്യാനം കൂടി നടക്കാൻ പറ്റുമായിരിക്കും. രോഗം മാറാൻ വേണ്ടി ധ്യാനം കൂടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ, അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടി ധ്യാനം കൂടുന്ന ഒരു ഗ്രൂപ്പ് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. കാര്യം കാണാൻ വേണ്ടി മാത്രം ധ്യാനകേന്ദ്രങ്ങളെ സമീപിക്കുന്ന ചില വർഗങ്ങളുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങളുണ്ടാവും. അസുഖം വന്നു, ഇനിയിപ്പോൾ ഉടനെ ധ്യാനകേന്ദ്രത്തിലേക്ക് വണ്ടിയും വിളിച്ചിട്ട് ഒറ്റ പോക്കാം. മകൾക്ക് OIT, ഇനിയിപ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോവുക ധ്യാനകേന്ദ്രത്തിലേക്ക്. OIT അല്ലേ, വീട് വെക്കാൻ പറ്റുന്നില്ല, അപ്പം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, വീണ്ടും ധ്യാനകേന്ദ്രത്തിലേക്ക്. നിത്യജീവന് വേണ്ടിയിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് ഓട്, കർത്താവ് നിന്നെ മാനിക്കും. നിത്യജീവൻ അവകാശപ്പെടാൻ ധ്യാനകേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ജീവിക്കുക, കർത്താവ് മാനിക്കും. അതല്ലാതെ നിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതൊന്നും നിനക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ ഒന്നും നിനക്കുള്ളതല്ല. ദൈവം ഏൽപ്പിച്ചതുള്ളതെല്ലാം അനേകർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി തന്നതാണ് കർത്താവ് നിനക്ക്, പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടെ. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തടവുകാർ ഇത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ദൈവത്തെ സ്തുതിക്കുന്നത് തടവുകാര് കേട്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ഉച്ചത്തിലാണ് അവർ സ്തുതിച്ചത്. പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ചത് അത്രയും ഉച്ചത്തിലായതുകൊണ്ട് തടവുകാർ കേട്ടുകൊണ്ടിരുന്നു. നീ നിന്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, തടവിലാക്കപ്പെട്ടിരിക്കുന്നത് നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും മറ്റു പല തടങ്കലിലും ജീവിക്കുന്നവരാ. പാപത്തിൻ്റെ മറ്റു പല വേർഷൻസ് അവരിലുണ്ട്. ഞാൻ ചെയ്യുന്ന പാപമായിരിക്കില്ല ഒരുപക്ഷെ അവർ ചെയ്യുന്നത്, എങ്കിൽ പോലും അവരിലുമുണ്ട് പാപത്തിൻ്റെ തടവറ എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ നീ സ്തുതിക്കുമ്പോൾ, നീ മഹത്വപ്പെടുത്തുമ്പോൾ അത് തടവുകാർ ശ്രവിക്കണം. നീ സ്തുതിക്കുമ്പോൾ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തടവുകാരത് ശ്രവിച്ച് അവര് ആ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. നിന്റെ കെട്ട് അവരഴിക്കാനായിട്ട് പിന്നീട് അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ നിന്റെ സ്തുതിപ്പ് കാരണമാകും. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ നമ്മളുടെ ധ്യാനം കൂടി ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, നാളെ ഈ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാം. നാളെ ഞാൻ പാപം ചെയ്യുമ്പോൾ ഈ വ്യക്തിയായിരിക്കും എന്നെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ദൈവം നിയോഗിക്കുന്നത്, ഈ വ്യക്തിയായിരിക്കും. അതുകൊണ്ട് നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നീ ആർക്കെല്ലാം പകർന്നു കൊടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, അത് തിരിച്ച് നിന്നിലേക്കും വീണ്ടും ദൈവത്തിലേക്കും വീണ്ടും നിന്നിലേക്കും വീണ്ടും അനേകരിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒന്നല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരവാസമായിട്ട് നിൽക്കുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അത് പകരപ്പെടണം, അഭിഷേകമായിട്ട് പകരപ്പെടണം. ദൈവം നിന്നെ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടോ പറിച്ച് നടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം.
മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് നിന്നെ പറിച്ചു നടന്നുണ്ടോ, അവിടെ നീ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ ജോലി ചെയ്ത് നിൻ്റെ കാര്യം സെറ്റാക്കാനായിട്ടുള്ളതല്ല. എവിടെയെല്ലാം ദൈവം നിന്നെ മാറ്റിവെക്കുന്നുണ്ടോ അവിടെ നിന്നെല്ലാം ദൈവത്തിൻ്റെ ശക്തി, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി നിന്നിലൂടെ അനേകർക്ക് കൊടുക്കാനായിട്ട് നീ തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തടവുകാര് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പൗലോസും സീലാസിനെയും തടവുകാര് എന്ന് വിളിച്ചില്ല. പൗലോസും സീലാസും എന്നുള്ള പേരാണ് അവർക്ക് കൊടുത്തത് ദൈവം. മറിച്ച് കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയെയാണ് വചനം പഠിപ്പിക്കുന്നത് തടവുകാർ ഇത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവർ തടവിലാക്കപ്പെട്ടപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ തടവറ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് സ്പിരിച്വലി അവർ പുറത്തു വന്ന് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും സീലാസും എന്ന് പറയുന്നുള്ളൂ. അവരും തടവറയിലാണ്, ബാക്കിയുള്ള തടവറക്കാരും തടവറയിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരെ പേര് വിളിച്ച് ഇവർ സ്തുതിക്കുമ്പോൾ തടവറ എന്ന് പറയുന്ന ആ ഒരു സർക്കിളിൽ നിന്ന് ഇവർ പുറത്തു വരിക സ്പിരിച്വലി. വീണ്ടും അത് ആ സ്തുതിപ്പ് ഉയർന്നപ്പോൾ ബാക്കിയുള്ളവർ അപ്പോഴും തടവറയിലാണ്. കാരണം അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല, കേൾക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, എപ്പോഴെല്ലാം കർത്താവിൻ്റെ സ്തുതിപ്പ് നിൻ്റെ അധരത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് സ്പ്രെഡാകും. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സ്തുതിപ്പ്, കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിൻ്റെ അധരത്തെ നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ അനേകര് ദൈവാനുഭവത്തിലേക്ക് കടന്നു വരും. ഇപ്പം നമ്മൾ ആയിരിക്കുന്ന ദേശം, നമ്മളായിരിക്കുന്ന സ്ഥലം, നമ്മളായിരിക്കുന്ന ഭവനം, ചുറ്റുപാട് നമ്മൾക്ക് മുഴുവൻ എതിരാണ്. 4 വശത്തു നിന്ന് എതിർപ്പുകളും നമ്മളെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ആണോ, അവിടെ നിന്ന് അത് തടവറയാം. അത് ദൈവം ഫോം ചെയ്യുന്നതാണ് ആ അവസ്ഥ. ആ അവസ്ഥ ഫോം ചെയ്യുന്നത് കർത്താവായ ദൈവം തന്നെയാണ്. അത് തടവറയാക്കി മാറ്റിയത് ഈശോ തന്നെയാണ്. അവിടെ നിന്ന് നീ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് നീ സ്തുതിക്കുന്ന സ്തുതിപ്പിൽ ആ മൊത്തം ദേശം വിശുദ്ധീകരിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകത്തെ നിന്നിൽ നിന്ന് അനേകരിലേക്ക് കൊടുക്കാനായിട്ട്, ആ ദേശത്തിലേക്ക് സ്പ്രെഡാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്തും ചില സമയങ്ങളിലെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ഇത്തരത്തിൽ ബ്ലോക്കാകും, ലോക്കായി പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ ലോക്കാവും. ഒരു തരത്തിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ, ടെൻഷൻ്റെ തടവറയിൽ, നിരാശയുടെ തടവറയിൽ, നാളെയെക്കുറിച്ചുള്ള ആകുലതകളുടെ തടവറയിൽ, ഏത് തടവറയിലാണെങ്കിലും സ്തുതിച്ചോ. ഏത് തടവറയിലാണെങ്കിലും സ്തുതിച്ചോ. നിങ്ങൾ സ്തുതിക്കുക, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇത് ഞാൻ ഈ ക്ലാസ് എടുത്തതിന് ശേഷം ഒരു തവണ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സ്തുതിപ്പിൻ്റെ ക്ലാസ്സായിരുന്നു. അത് ഇതല്ല, സ്തുതിപ്പിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ സ്തുതിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ കടബാധ്യതയാണ്, നല്ല കടബാധ്യതയാണ്. അപ്പോൾ കടക്കാർ വെളുപ്പിന് വരും. ഇദ്ദേഹം കടബാധ്യതയുള്ളത് കൊണ്ടും കടം കൊടുക്കാനുള്ള ആൾക്കാർ വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ടും അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ഇവർ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പോയിട്ട് അർദ്ധരാത്രി വീട്ടിൽ തിരിച്ചു വരുള്ളൂ, കടക്കാരെ പേടിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം ഇവർ രാത്രിയോടുകൂടെ ഈ കടം വാങ്ങിച്ച ആൾക്കാർ, കടം കൊടുത്ത ആൾക്കാർ രാത്രിയോടുകൂടെ ഇയാളുടെ വീട്ടിലിരിക്കാം. നേരം വെളുത്ത് ഇയാൾ പോകുന്നതിന് മുമ്പ് പിടിക്കാനായിട്ട്. അപ്പോൾ തല്ലാനായിട്ടുള്ള വടിയും വെട്ടുകത്തിയും കോടാരിയൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. ഇദ്ദേഹം പറയുക, ഞാൻ പെട്ടു നിൽക്കുക. ഞാൻ പുറത്തിറങ്ങി എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഞാൻ 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചെന്ന് ഒരു നാണവും വിചാരിച്ചില്ല. അദ്ദേഹം പറയാം, ഞാൻ ഒരു നാണവും വിചാരിച്ചില്ല. ആ സമയത്ത് ബ്രദർ പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് വന്നു. തടവറയിലാക്കപ്പെട്ട അനുഭവം കിട്ടി. ഞാൻ നിന്ന് സ്തുതിച്ചു. ചുറ്റും വെട്ടുകത്തിയും കോടാലേ. എനിക്ക് ഇവരെ തല്ലി തോപ്പിക്കാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നിന്ന് സ്തുതിച്ചു എന്ന് ഇദ്ദേഹം പറയണത്. പല വഴിക്ക് നിങ്ങളെല്ലാം ചിതറി ഓടിയെന്ന് ഇദ്ദേഹം പറയാം. കടബാധ്യതയായിട്ട് വന്ന വ്യക്തികൾ, കടം തിരിച്ചു വയ്ക്കാൻ വന്ന വ്യക്തികൾ, ഇദ്ദേഹം പറയാം 10 മിനിറ്റ് ഞാൻ നിന്ന് സ്തുതിച്ചു. ഈ 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം തന്നെ നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ ഈ പറയണത്. 10 മിനിറ്റിനുള്ളിൽ ഇദ്ദേഹം പറയാ, വന്ന ആൾക്കാർ 4 വഴിക്ക് തിരിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ സ്തുതിപ്പിന് ശക്തിയുണ്ട്. ദൈവത്തെ നീ സ്തുതിക്കുമ്പോൾ നിന്നോട് കൂടെ മാലാഖമാർ ജോയിൻ ചെയ്യും. ദൈവത്തെ നീ സ്തുതിക്കുമ്പോൾ നിന്നോട് കൂടെ സകല സ്വർഗനിവാസികൾ ജോയിൻ ചെയ്യും.
ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആരാധിക്കുന്നവനാണോ നീ, നിന്നെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. മരണശേഷം നിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്രയും വേഗം എത്തിക്കാൻ ദൈവം തന്നെ പ്രവർത്തിക്കും. കാരണം ദൈവത്തെ ആരാധിക്കുന്നവരുടെ സെൻറ്ററാണ് സ്വർഗം. അവിടെ ആരാധിക്കുന്നവരെയാണ് ആവശ്യം. ഈ ഭൂമിയിൽ നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, നിന്റെ മരണശേഷം നിന്റെ ആത്മാവിനെ ദൈവം അതുപോലെ അവിടെ എത്തിക്കാൻ ശ്രമിക്കും. കാരണം ആത്മാവ് അവിടെ എത്തിയാൽ ഈ പണി തന്നെ അവിടെ ചെയ്യുന്ന അവനറിയാം. അപ്പോൾ നീ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നിന്നോട് കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് സ്വർഗത്തിൻ്റെ മാലാഖമാരും അവിടുത്തെ വിശുദ്ധരുവാ. നീ ഏതവസ്ഥയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നുണ്ട്, ആ അവസ്ഥയിലെല്ലാം ഇത് നിന്നോട് കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടിച്ചേർക്കപ്പെടും. ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. ഒരു മാറ്റവും ഇല്ല. ഒരു തരത്തിലുള്ള ടെൻഷൻ, നിരാശകൾ നിങ്ങൾക്ക് വേണ്ട. ഏത് പ്രതികൂല സാഹചര്യം ആയിക്കൊള്ളട്ടെ, എന്ത് ജീവിത പ്രശ്നം ആയിക്കൊള്ളട്ടെ, സ്തുതിക്ക്. ഒരു നഷ്ടവും നിങ്ങൾക്കില്ലല്ലോ, സംസാരശേഷി ഉള്ളതല്ലേ. സ്തുതിക്ക്, ഉറക്കെ സ്തുതിക്ക്. ആ സമയത്തെല്ലാം നിങ്ങൾ ഉറക്കെ സ്തുതിക്ക്. അത്ഭുതം കാണാൻ പറ്റും, അത്ഭുതം നടക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എറണാകുളത്ത് മെയിൻ സിറ്റിയിൽ, കൊച്ചിയിലെ സിറ്റിയിൽ ഒരു 3 സെൻറ്റും ഒരു വീടുമുള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വേണ്ടി 1-2 മാസം മുമ്പ്. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ചുറ്റും നല്ല വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവർക്കെല്ലാം എൻ്റെ ഈ 3 സെൻറ്റ് കിട്ടിയ വലിയ ഉപകാരം. എന്നെ അതിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഇവർ പഠിച്ച പണി 18 നടത്തും. എനിക്ക് മടുത്ത്, ഇവരോട് മല്ലിട്ട് മടുത്തു. ഇവർ വേസ്റ്റിൻ്റെ, അവരുടെ ടോയ്ലറ്റ് വേസ്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇവരുടെ ഭൂമിക്കടിയിലേക്ക് കൊടുത്തിരിക്കുക, ഇവർ പോലും അറിയാതെ ഡ്രില്ല് ചെയ്ത്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇവരുടെ കോമ്പൗണ്ടിനകത്ത് ദുർഗന്ധമാണ്, മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്. ഈ ദുർഗന്ധം എവിടെ നിന്ന് വരുന്നതെന്ന് അവർക്ക് അറിയില്ല. പിന്നെ ബാക്കി ഇവർ രാത്രിയും പകലും ഒക്കെ വന്ന് കുറേ പേര് ചീത്ത വിളിക്കുക. ഈ സ്ത്രീയുണ്ട്, ഒരു മാനസിക നില തെറ്റിയ ഒരു മകളും സ്ത്രീക്കുണ്ട്. എന്നെ കാണാൻ വേണ്ടി എറണാകുളത്ത് സെൻറ്ററിൽ വന്നിട്ട് നിന്ന് കരയായി അമ്മ. എന്നെ പറഞ്ഞു, എനിക്ക് മടുത്ത് ബ്രദറെ, എനിക്കത് വിറ്റ് ഞാൻ പോവാം. ഞാൻ പറഞ്ഞു, പോകരുത്, വിൽക്കരുത്. ഈശോ അമ്മയ്ക്ക് തന്ന ഭൂമി, അമ്മയുടെ മരണം വരെ അമ്മ ആ ഭൂമിയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. പോകരുത്, വിൽക്കരുത്. അപ്പം ഇവരോടൊന്നും മത്സരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വീട്ടുജോലി എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയണേ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഈ സ്ത്രീ നിന്ന് കരയുക, എനിക്ക് വിറ്റാലും പോകാനൊരിടമില്ല. ഇതെനിക്ക് വർഷങ്ങളായിട്ട് താമസിക്കുന്നതുകൊണ്ട് അവിടെ എനിക്ക് എല്ലാവരും പരിചയമുള്ളത്, എല്ലാം എനിക്ക് അനുകൂലമാണ്. ഈ അമ്മയോട് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നിന്ന് സ്തുതിക്കാൻ പറഞ്ഞു. നിന്ന് സ്തുതിക്കാൻ പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞു, സ്തുതിക്ക് ദൈവത്തെ, ആരാധിക്ക് ദൈവത്തെ. കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ മരണം വരെയും കരയാനുള്ള വകുപ്പ് നമുക്കുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ മരണം വരെയും കരയാനുള്ള വിഹിതം നമ്മൾക്കെല്ലാവർക്കും ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നുണ്ട്, കരയാനായിട്ടുള്ളതുണ്ടെന്നേ. അതിങ്ങനെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. മൈൻഡ് ചെയ്യരുത്, കരയരുത്. കണ്ണുനീരിന് വിലയുണ്ട്, കണ്ണുനീരിന് വിലയുണ്ട്. ശരീരത്തിൽ നിന്ന് എവിടെ നിന്നെല്ലാം ഡിസ്ചാർജ് ഉണ്ടോ അതിനെല്ലാത്തിനും വിലയുണ്ട്. കണ്ണിൽ നിന്ന് പുറപ്പെടുന്നത്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതേ കണ്ണിൽ നിന്ന് വരാൻ പാടുള്ളൂ. അത് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം മതി. അല്ലാതെ നിങ്ങൾ കരഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കരുത്. വില കെട്ടുപോകും നമ്മുടെ. കാരണം ദൈവം എന്ന് പറയുന്ന വലിയൊരു ശക്തി എനിക്ക് വേണ്ടിയുള്ളപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക അവൻ്റെ മുന്നിൽ തന്നെ. അപ്പോൾ അവൻ ആരായി? അവൻ വില കെട്ടവനായില്ലേ? കരയരുത്, അവൻ പറഞ്ഞത് ചെയ്യണം. സ്തുതിക്ക്, അവനെ ആരാധിക്ക്. അവൻ്റെ ദൂതന്മാർ നിൻ്റെ വീട്ടുമുറ്റത്ത് വരും. നീ എവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ചാർജ് എടുക്കും. നീ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ സാത്താൻ്റെ ശക്തി നിന്നെ കരയിപ്പിച്ചുകൊണ്ട് നിൻ്റെ കൂടെ ഇരിക്കും. ഏതാ മെച്ചം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചേ. മനസ്സിനൊരു ആശ്വാസം കിട്ടാനാണ് നിങ്ങൾ കരഞ്ഞോ? കാര്യം നടക്കണോ? ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിന്ന് സ്തുതിക്കാൻ പറഞ്ഞു. നിന്ന് സ്തുതിക്കാൻ പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. ഈ 7 ദിവസം ഈ അമ്മ ഒരു നേരം ഉപവസിച്ച് നിന്ന് സ്തുതിച്ച് 7-ാം ദിവസം തൊട്ട് ഈ ദുർഗന്ധം ഇവരുടെ വീട്ടിൽ പിന്നെ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. 7-ാം ദിവസം മുതൽ ഈ ദുർഗന്ധം ഇല്ല. അതാരും മാറ്റിയതോ ബ്ലോക്ക് ചെയ്തതോ ഒന്നുമില്ല. പക്ഷെ ദുർഗന്ധമില്ല. തമ്പുരാൻ ബ്ലോക്ക് ചെയ്തു.
7 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ സ്തുതിപ്പ് 7 ദിവസം തുടർന്നതിന് ശേഷം ഈ അമ്മ പറയാണ്, എന്നെ വീട്ടിൽ വന്ന് ചീത്ത വിളിക്കുകയും എന്നോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞവരാരും 7 ദിവസത്തിന് ശേഷം വന്നിട്ടില്ല. ഈ അമ്മ പറയാണ്, ഒരു ദർശനവും ഇല്ല, ഒരു പ്രാർത്ഥനയില്ല, സാധാരണ ഒരു വീട്ടമ്മ, സാധാരണ ഒരു കുടുംബ പ്രാർത്ഥന ചൊല്ലി നിൽക്കുന്ന വെറും ഒരു വീട്ടമ്മയാണ്, അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല. ഈ അമ്മ പറയാണ്, രാത്രി ഞാൻ നിന്ന് സ്തുതിക്കും, വീടിനകത്ത് നിന്ന് സ്തുതിക്കും, വീടിൻ്റെ വരാന്തയിൽ നിന്ന് സ്തുതിക്കുന്ന സമയത്ത് ഈ അമ്മ പറയാ, ഒരു വെളുത്ത ഒരു പാട പോലെ ഞാൻ എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കാണും ബ്രദറേ. ഒരു വെളുത്ത പാട ഇങ്ങനെ നിൽക്കുന്ന പോലെ. പരിശുദ്ധാത്മാവ് കൊടുക്കുന്നൊരു സംരക്ഷണ വേലിയാണ്. അവരുടെ വീട്ടിന് ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണ വേലി ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും. അത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ ദൂതൻ വരണമെങ്കിൽ കർത്താവിനെ നീ സ്തുതിക്കണം. കർത്താവിൻ്റെ ദൂതൻ ചാർജ് എടുക്കുന്നത്, കർത്താവിൻ്റെ ദൂതൻ ദൈവസ്തുതിപ്പുകൾ ഉള്ളിടത്തേ ദൂതന്മാരുടെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ മാലാഖമാർ, അത് നിന്നോട് കൂടെ ഉള്ളതാ. ദൈവസ്തുതിപ്പുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരും ഉണ്ട്. നിനക്ക് ചുറ്റും പാളയമടിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിലും നീ ഭയപ്പെടരുത്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ സ്വർഗത്തിൻ്റെ സൈന്യം മുഴുവനുണ്ട്. പക്ഷെ കണ്ണിൽ കാണില്ലെന്നേ ഉള്ളൂ. നീ അത് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ഈ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെ തന്നെ നിന്റെ കണ്ണിൽ ദൈവം നിനക്കത് കാണിച്ചു തരിക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും വചനം വായിക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നീ നിൽക്കുന്നിടത്ത് ദൈവം സ്തുതിപ്പില് ഭൂമി കുലുക്കും. ദൈവസ്തുതിപ്പില് നീ നിൽക്കുന്നുണ്ടോ, ഭൂമി കുലുങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിവിടെ സെയിൻറ്റ് ആൻസിൽ ധ്യാനം നടത്താറുണ്ട്. തപസ് ധ്യാനം നടത്തി ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന്, ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പിൽ 8-10 പേര് ഒരുമിച്ചിരുന്ന് അവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രാത്രി 1 മണി 2 മണിക്ക് ഞങ്ങളിങ്ങനെ കൈ കോർത്ത് പിടിച്ചിരുന്ന് സ്തുതിക്കുന്ന സമയത്ത് ഞങ്ങളിത് അനുഭവിച്ചതാ. ഹല്ലേലൂയ. അത് ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചാൽ മനസ്സ് പറഞ്ഞു തരും. അനുഭവിച്ചതാ. ഇടി മുഴക്കം പോലെ ഒരു കുലുക്കവും സ്വരവും ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ അനുഭവിച്ചതാ. ഇതേ എക്സ്പീരിയൻസ് കിട്ടിയവരാ ഞങ്ങൾ. ദൈവത്തെ നിങ്ങൾ ചേർന്ന് നിന്ന് നിങ്ങൾ സ്തുതിച്ചോ, കർത്താവ് അത്ഭുതം നിനക്ക് കാണിച്ചു തരാം. നീ നിൽക്കുന്നിടത്ത് പ്രകടമായി നിനക്ക് വിശ്വസിക്കാൻ പറ്റിയ രീതിയിൽ അത്ഭുതം കർത്താവ് കാണിക്കാം. അത്ഭുതങ്ങൾ കാണിക്കുക. അത് വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണാനായിട്ടല്ല, പക്ഷെ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ അത് ഉപകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം കർത്താവ് കാണിക്കും. കുലുങ്ങും പ്രിയപ്പെട്ടവരെ, കുലുങ്ങിയിട്ടുണ്ട്. കർത്താവ് കുലുക്കിയിട്ടുണ്ട്. ദൈവത്തെ സകലതും മറന്ന് സ്തുതിച്ചപ്പോൾ നടന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ, നമ്മുടെ രീതിയും പ്രാർത്ഥനയുടെ ശൈലിയും ഒക്കെ മാറും. നമ്മുടെ പ്രാർത്ഥനാ രീതികളും ബുക്കിൽ നോക്കിയുള്ള വായനകളൊക്കെ മാറി ആധരം കൊണ്ടല്ലാതെ ആത്മാവിൽ പ്രാർത്ഥന ആരംഭിക്കുന്നിടത്താണ് ചില കാര്യങ്ങളിൽ വിടുതൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ നീ സമർപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. വിവാഹ തടസ്സം, കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സം, രോഗാവസ്ഥ, കടബാധ്യതകൾ, വീട് വിൽക്കൽ, സ്ഥലം വിൽക്കൽ എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സമർപ്പിച്ചത് ദൈവത്തോട് സമർപ്പിച്ചത് നീ വീട്ടിൽ ചെന്ന് സ്തുതിക്ക്. കർത്താവിൻ്റെ ശക്തിയും നിനക്ക് പ്രകടമായിട്ട് ദൈവം നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സകല ചങ്ങലകളും അഴിയും, സകല കെട്ടുകളും പൊട്ടും, സകല ബന്ധനങ്ങളും നീക്കം ചെയ്യപ്പെടും. ദൈവസ്തുതിപ്പിൽ നീ ആനന്ദിച്ച് ആഹ്ലാദിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോ ധ്യാനം നമ്മൾ കൂടുമ്പോഴും ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്നൊരു വഴിയുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവഭക്തനുള്ളതാണ്. ബാക്കി ഉള്ള സകലതും നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നവരാണെങ്കിൽ അനുഗ്രഹം പുറപ്പെടുന്നത് പരിശുദ്ധ തൃത്വത്തിൽ നിന്നാണ്.
അനുഗ്രഹം തരുന്നതും അനുഗ്രഹം പുറപ്പെടുന്നതും പരിശുദ്ധ തൃത്വവും പരിശുദ്ധ തൃത്വത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ നിന്ന് നീ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ദൈവാനുഗ്രഹം എന്താണെന്നുള്ളത് നീ അറിഞ്ഞിരിക്കണം. ദൈവ അനുഗ്രഹം, ദൈവം തരുന്ന ആശീർവാദം, ദൈവം തരുന്ന സന്തോഷം, ദൈവം തരുന്ന ആത്മാവിലുള്ള ഒരാനന്ദം, ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ കാറ്റഗറിയിൽ പെടും. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും നിൻ്റെ കാര്യസാധ്യമല്ല. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നീ ധ്യാനം കൂടി ദൈവം എന്നെ ഞാൻ ധ്യാനം കൂടി ദൈവം എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് ജോലി കിട്ടി, അത് ദൈവാനുഗ്രഹമല്ല. അതൊരിക്കലും ദൈവാനുഗ്രഹമല്ല. അത് ദൈവം നിന്നോട് കാണിച്ച കരുണയാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ മരണം വരെ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കാൻ നിന്റെ മനസ്സിനെ ദൈവം ബലപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ദൈവാനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി നിനക്ക് കിട്ടിയത് OET പാസ്സായതും നീ IELTS പാസ്സായതും നിനക്ക് കിട്ടിയതെല്ലാം ദൈവം നിനക്ക് തന്ന കൃപകൾ മാത്രമാണ്. നമ്മൾ ഈ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഒരു മസാല ദോശ വാങ്ങിയാൽ കൂടെ ഒരു വട വെച്ചിട്ടുണ്ടാവും. അതാണ് നിനക്ക് കിട്ടിയ സൗഖ്യവും OETയും എല്ലാം. നീ ചോദിക്കേണ്ടത് ഈ മസാല ദോശയാണ്. ഹല്ലേലൂയ. വട പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, അത് ആ പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും എന്ന് പറയുന്ന മസാല ദോശ അന്വേഷിക്ക്, ബാക്കിയുള്ള വട നിനക്ക് കൂട്ടിച്ചേർത്ത് തരും. ഹല്ലേലൂയ. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം രാജ്യം നീ ദൈവാനുഗ്രഹം പ്രാപിക്കുക. ഈ വടയല്ല ദൈവാനുഗ്രഹം, മസാല ദോശയാണ് ദൈവാനുഗ്രഹം. വിശക്കനുണ്ടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയതയിൽ ഈ ഒരു വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിനക്ക് പറ്റും. ദൈവാനുഗ്രഹം കടന്നു വരുന്ന വഴി ദൈവസ്തുതിപ്പിൻ്റെ വഴിയാണ്. ദൈവാനുഗ്രഹം കടന്നു വരുന്ന വഴി ദൈവത്തിൽ ആരാധിക്കുന്നതിൽ ഉള്ള വഴിയാണ്. നീ എപ്പോഴെല്ലാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തെ മാനിക്കുന്നുണ്ടോ, ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ, ഈ മേഖലയിലൂടെയെല്ലാം ദൈവാനുഗ്രഹത്തെ നിനക്ക് പ്രാപിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം 3 ദിവസം ഉറങ്ങിയും ഉറങ്ങാതെയും കേട്ടും കേൾക്കാതെയും ദൈവത്തോടുകൂടെ നിങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾ ഉറങ്ങി ഉറങ്ങാതെയോ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇവിടെ നിന്ന് പുറപ്പെട്ടത് നിൻ്റെ ശരീരത്തിൽ നിൻ്റെ ആത്മാവിൽ വന്നിട്ടുണ്ട്, അതെനിക്കത് ഉറപ്പാണ്. ഇവിടെ നിന്ന് പുറപ്പെട്ടതെല്ലാം കർത്താവിൽ നിന്ന് പുറപ്പെട്ടതാ. ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അവൻ പറഞ്ഞതെന്ത് ഞാൻ പറഞ്ഞുവോ അത് നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് കിട്ടിയത് തന്നെ, മാറ്റമില്ല. അത് ഏതവസ്ഥയിലാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടും. കിട്ടിയത് തന്നെയാണ്. കിട്ടിയത് അനുഗ്രഹമാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങളുടെ കാര്യസാധ്യമല്ല, മറിച്ച് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പരിശുദ്ധാത്മ അഭിഷേകത്തെയാണ് ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹമായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പരിശുദ്ധാത്മ അഭിഷേകമാണ്. എപ്പോഴെല്ലാം പരിശുദ്ധാത്മ അഭിഷേകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഒരു വീട് വിറ്റു, സ്ഥലം വിറ്റു, ദൈവാനുഗ്രഹമല്ല അത് ദൈവം നിങ്ങളോട് കാണിച്ച കരുണയാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്ക് മനസ്സ് ലഭിച്ചു, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സ് ലഭിച്ചു, അനേകരോട് കരുണ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സ് ലഭിച്ചു, അനേകർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവാനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ഉടനീളം നിനക്കുണ്ട്. ഈ അനുഗ്രഹം നിന്നിൽ നിന്ന് പുറപ്പെടുന്നതാണ് ദൈവാനുഗ്രഹം. ഹല്ലേലൂയ. ദൈവാനുഗ്രഹം ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്നതല്ല ദൈവാനുഗ്രഹം. ഇപ്പം നമ്മൾ പറയില്ലേ, എനിക്ക് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു, ധ്യാനം കൂടി സ്ഥലം വിറ്റു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. അല്ല. അപ്പോൾ ധ്യാനം കൂടി സ്ഥലം വിറ്റപ്പോൾ ആ ഒരു അനുഗ്രഹം അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് നിന്നു. അത് ദൈവാനുഗ്രഹമല്ല. ദൈവാനുഗ്രഹം ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നതല്ല. ഒരു കാര്യസാധ്യത്തിൽ സ്റ്റോപ്പാകുന്നതിൻ്റെ പേരല്ല ദൈവാനുഗ്രഹം. അത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തോടുള്ള ഭയം, ദൈവത്തെ സ്നേഹിക്കാനുള്ള മനസ്സ്, ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനം, ഇതാണ് നിനക്ക് കിട്ടിയ ദൈവാനുഗ്രഹം. കാരണം ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ത്രൂ യുവർ ലൈഫ്. നിന്റെ പൂർണ്ണ ജീവിതത്തിലൂടെ ഇത് നീ പ്രകടിപ്പിക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്നതാണ് ദൈവാനുഗ്രഹം. ദൈവാനുഗ്രഹം നീ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ദൈവാനുഗ്രഹം. ദൈവത്തിന് നീ കൊടുക്കുന്ന ദൈവത്തോടുള്ള ഭയം, ദൈവത്തെ സ്നേഹിക്കൽ, ദൈവത്തെ ആരാധിക്കൽ, ഇതിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് നിനക്ക് കിട്ടിയ കൃപയിൽ നിലനിൽക്കാനായിട്ട് ദൈവം നിനക്ക് തരുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അത് ഈ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയാ. ഇനി അങ്ങോട്ട് നീ പ്രാർത്ഥിക്കാനും മനസ്സ് തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും നീ ശ്രമിക്കുന്നുണ്ടോ, തീരുമാനമെടുത്തിട്ടുണ്ടോ, നീ അനുഗ്രഹിക്കപ്പെട്ടു. മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ, ക്ഷമിക്കാൻ നീ അനുഗ്രഹിക്കപ്പെട്ടതാ. ഈ ദൈവാനുഗ്രഹം നീ പ്രാപിക്കുക. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടോ, ദൈവാനുഗ്രഹമാണ്. ബാക്കി നിന്റെ ജീവിതത്തിലുള്ളതൊന്നും ദൈവാനുഗ്രഹമല്ല, അവൻ്റെ കരുണയാ. അവൻ ദാനമായി തരുമെന്ന് പറഞ്ഞതാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, ദാനമായിട്ട് കിട്ടി ദാനമായിട്ട് തന്നെ കൊടുക്കുന്നതാണ് ദാനം. എന്ത് കിട്ടിയിട്ടുണ്ടോ അത് നിന്നിലുള്ളതല്ല. ദാനം കിട്ടിയതൊന്നും നിന്നിലെത്തി സ്റ്റോപ്പാകേണ്ടതുള്ളതല്ല. ദാനം കിട്ടിയതൊന്നും നിന്നിൽ സ്റ്റോപ്പായി നിന്നിൽ അവസാനിക്കേണ്ടതുള്ളതല്ല. ദാനം കിട്ടിയതൊന്നും ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാനമായി കിട്ടുന്നത് അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു നേർവര പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട പ്രക്രിയ ആയതുകൊണ്ട് ഈശോ പറയുന്നു ദാനമായിട്ട് കൊടുക്കാൻ പറ്റണം. ഹല്ലേലൂയ. ദാനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന, അതായത് ആ ഒരു പ്രോസസ്സ് ഒരിക്കലും ഒരു സ്ഥലത്ത് അവസാനിക്കുന്നതല്ല, നമ്മുടെ മരണം വരെ തുടരേണ്ടതാണ്. അനേകർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. അനേകരിലേക്ക് പകരപ്പെടേണ്ടതിൻ്റെ പേരാണ് ദാനമായിട്ട് കിട്ടിയ അഭിഷേകം. ഹല്ലേലൂയ. ഇതാണ് ദൈവാനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം ഉണ്ടോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? സഹനങ്ങളെ നിങ്ങൾ ഈസി ആയിട്ട് നേരിടും. നിങ്ങൾക്കൊരിക്കലും സഹനം ഭാരമായിട്ട് തോന്നത്തില്ല. ദൈവാനുഗ്രഹം ഉണ്ടോ? സഹനം നിങ്ങൾക്ക് ഭാരമാവില്ല. ഏത് സഹനം വന്നാലും ചിരിച്ച മുഖത്തോടെ ആ സഹനത്തെ നേരിടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അനുഗ്രഹിക്കപ്പെട്ടവരാ നിങ്ങൾ. ഏത് സഹനം വന്നാലും കർത്താവ് പറഞ്ഞതുപോലെ പിറുപിറുപ്പില്ലാതെ, താടിമീശ പറിച്ചപ്പോഴും ഒരേ മനോഭാവത്തിൽ അവൻ നിന്നില്ലേ? നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് അവരിലേക്ക് പുറപ്പെട്ടാൽ മതി. നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാ. അവരെല്ലാവരും ഒറ്റക്കെട്ടാ, ഞാൻ ഒറ്റയ്ക്കാ. ഇവരെല്ലാവരും ഇങ്ങനെയാ, ഞാൻ ഒറ്റയ്ക്കാ. എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ഒറ്റയ്ക്കാ. ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ അവരാരും നിനക്ക് തരാത്തത് നീ അവർക്ക് കൊടുത്താൽ മതി. ഹല്ലേലൂയ. ആരും നിന്നെ സ്നേഹിക്കുന്നില്ലേ? ആ സ്നേഹിക്കാത്തവരെ നീ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം. ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലേ? നീ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം. ആരും നിന്നെ അംഗീകരിക്കുന്നില്ലേ? നിന്നെ അംഗീകരിക്കാത്തവരെ നീ അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് ദൈവാനുഗ്രഹം. ആരും നിന്നെ നീ പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ലേ? പ്രിയപ്പെട്ട ദൈവജനമേ, നീ അവരെ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ദൈവാനുഗ്രഹം. നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടിട്ടുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളുമാണ്. നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ദൈവാനുഗ്രഹം പ്രാപിച്ചവനും ദൈവാനുഗ്രഹം പ്രാപിച്ചവളുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അനുഗ്രഹത്തെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അവിടെ പോലും കർത്താവിൻ്റെ സ്നേഹം എന്നിൽ നിലനിൽക്കാൻ ഈശോ അനുവദിക്കുന്നില്ല. ഈശോ തന്നിട്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് ഈശോ ഒന്നും പറഞ്ഞിട്ടില്ല. ദാനമായി തന്നിട്ട് പറഞ്ഞു നീ ദാനമായിട്ട് കൊടുക്കണം. ഈശോ നമ്മളെ സ്നേഹിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ സ്നേഹിക്കണം. അതായത് ഈശോ തന്നതൊന്നും എനിക്കുള്ളതല്ല. ഈശോ എന്ത് തന്നിട്ടുണ്ടോ കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നതാ.
ഈശോ എന്ത് തന്നിട്ടുണ്ടോ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് തന്നിരിക്കണം. ദാനമായിട്ട് തന്നിട്ട് പറഞ്ഞു നീ ദാനമായിട്ട് കൊടുക്കണം. ഈശോ എന്നെ സ്നേഹിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ സ്നേഹിക്കണം. അപ്പോൾ ഈശോൻ്റെ സ്നേഹം എന്നിൽ നിൽക്കാനുള്ളതല്ല. ഈശോൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അതേ മനോഭാവത്തിൽ ഞാൻ സ്നേഹിക്കാൻ ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്നതൊന്നും നിനക്കല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹവും നിനക്കല്ല, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയെ വിളിക്കുന്ന പേരാണ് ദൈവാനുഗ്രഹം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ ഈ ധ്യാനം ഈ ഒരു ടോക്കോട് കൂടെ ഇവിടെ തീരുക. പിന്നെ നമ്മൾ അടുത്തത് പരിശുദ്ധ, നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ പരിശുദ്ധ കുർബാനയും ആരാധനയും കൈവപ്പോടുകൂടെ ഇന്നത്തെ ഈ ധ്യാനം കംപ്ലീറ്റ് ആവാം. നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ നിങ്ങൾ പകർന്നു കൊടുക്കണേ. ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ ധ്യാനം, ഇവിടെ തീരുന്നതല്ല ധ്യാനം. ഓരോ ധ്യാനങ്ങളും ആരംഭിക്കുന്ന ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലാണ്. ഇതുവരെ ഞാൻ നിങ്ങളെ ധ്യാനിപ്പിച്ചു, ഇവിടെ നിന്ന് ഇന്ന് മുതൽ നിങ്ങൾ ധ്യാനിപ്പിക്കാൻ ആരംഭിക്കണം. അതാണ് ദൈവാനുഗ്രഹം. കിട്ടിയ കൃപകൾ നഷ്ടപ്പെടുത്തി കളയരുത്. അനേകർക്ക് പകർന്നു കൊടുക്കണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, വേറൊന്നും വേണ്ട. സഹനങ്ങൾ എന്നിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. സഹനങ്ങൾ ദൈവം തരട്ടെ. അത് പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട്, നിലനിൽപ്പിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സഹനങ്ങൾ വേണം, കൃപ എന്നാലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹനങ്ങൾ മാറാൻ പറ്റില്ല, സഹനങ്ങൾ മാറാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഹനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ, സഹനങ്ങൾ തന്നേ പറ്റുള്ളൂ. സഹനങ്ങൾ ഒഴിവാകാൻ ഒരിക്കലും ഞാൻ ഈശോയോട് പറയില്ല. സഹനങ്ങൾ വേണോ ഞാൻ ചോദിക്കുന്ന ആളാണ്. ഇത് പോരാ, ഈശോയെ നിൻ്റെ സ്നേഹം ഇന്ന് കുറഞ്ഞു പോയോ എന്ന് ചോദിക്കുന്ന ആളാണ് സഹനം കുറഞ്ഞു പോയാൽ. അപ്പോൾ അതുകൊണ്ട് സഹനങ്ങൾ വേണം. സഹനങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. എന്നിൽ നിന്നട്ടോ, നിങ്ങളിൽ സഹനങ്ങൾ മാറാൻ പ്രാർത്ഥിച്ചു. എനിക്ക് സഹനം വേണം, പക്ഷെ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ അത് നിങ്ങളെനിക്ക് പ്രാർത്ഥിച്ച് മേടിച്ച് തന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ സഹനത്തെ അതിജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മളുടെ ഒരാളുടെയും വ്യക്തിത്വം കണ്ടിട്ട് അയാൾ ഓക്കെ ആണെന്ന് പറയരുത് കേട്ടോ. ഞാൻ ഓക്കെ അല്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊത്തം ഇവിടെ ഇരുന്ന് സഹിക്കണല്ലേ, അത് ഞാൻ ഒറ്റയ്ക്ക് സഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയരുത് ഞാൻ ഓക്കെയാണ് ബ്രദർ, സൂപ്പറാന്ന് പറയരുത്. ബ്രദറാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സഹിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അതെന്താണെന്നൊന്നും പറയുന്നില്ല, എന്തും ആയിക്കൊള്ളട്ടെ. അതിന് പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി.